വികസിത് ഭാരത് റാംജി ബില്ലിൽ ഇന്ന് ലോക്സഭയിൽ ചർച്ച. രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി പ്രതിപക്ഷം. സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ബില്ലും ചർച്ചയ്ക്ക്. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ സർക്കാരും ഗവർണറും സമവായത്തിലായത് ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. സാങ്കേതിക സർവകലാശാല VC-ആയി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC-ആയി സജി ഗോപിനാഥിനെയും നിയമിക്കാൻ ധാരണ. നാളെ കേസ് വീണ്ടും പരിഗണിക്കും. ഇരുവരുടെയും പേരുകൾ കോടതി അംഗീകരിക്കാൻ സാധ്യത. വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കാട് കയറ്റാൻ ശ്രമം തുടരുന്നു. പ്രദേശത്ത് നിരോധനാജ്ഞ. പനമരം കണിയാമ്പറ്റ പഞ്ചായത്തുകളിലെ 11 വാർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേന്ദ്ര സർക്കാർ പ്രദർശനം നിഷേധിച്ച 6 ചിത്രങ്ങൾ കൂടി ഇന്ന് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ. വിലക്കിയ മുഴുവൻ സിനിമകളും IFFK-യിൽ പ്രദർശിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യയിൽ ആദ്യ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രിയെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ച് രാജ്യം. ഇന്ന് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഒമാനിലെത്തും. ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ഉസ്മാൻ ഡെബലേക്ക്. നേട്ടം ലാമിൻ യമാലിനെയും കിലിയൻ എംബാപ്പയെയും മറികടന്ന്. എറ്റാന ബോൺമാറ്റി മികച്ച വനിതാ താരം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 4ാം T20 ഇന്ന് ലക്നൌവിൽ. പരമ്പര സ്വന്തമാക്കാൻ ടീം ഇന്ത്യ.